അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ പറഞ്ഞു അല്ലേ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ പറഞ്ഞു. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ പറഞ്ഞു. ഇനി അടുത്ത എന്താ വെച്ചാൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ആണ്. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്താലും ആൻസർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ട്രയാങ്കിൾ ലോ ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ്? ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് വെക്ടറിന്റെ ടെയിൽ കൊണ്ടുവയ്ക്കുക അല്ലേ. ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് വെക്ടറിന്റെ ടെയിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഇതായിരിക്കും റിസൾട്ടന്റ് വെക്ടർ ആർ = a+b അല്ലേ. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്? പാരലലോഗ്രാം. എന്താണ് ഈ പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു സംഭവത്തെ നമ്മൾ സാമാന്തരികം അല്ലേ, സാമാന്തരികം ഇങ്ങനെ വരുന്നതിന് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇതാണ് സാമാന്തരികം, ഇതാണ് അയാളുടെ ഡയഗണൽ എന്ന സംഭവം അല്ലേ. ഇത് സാമാന്തരികത്തിന്റെ അഡ്ജസന്റ് സൈഡ്സ്, ഇതാണ് ഡയഗണൽ. ക്ലിയർ? അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്? പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ആണ്. അപ്പോൾ ഈ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? a+b ആഡ് ചെയ്യണം. a+b എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് r എന്നുള്ള റിസൾട്ടന്റ് വെക്ടർ കിട്ടണം. ആദ്യം ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്തായിരുന്നു? ട്രയാങ്കിൾ ലോ ആയിരുന്നു. ഇപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണ്? പാരലലോഗ്രാം ലോ ആണ്. അപ്പോൾ ഈ പാരലലോഗ്രാം എന്താ വെച്ചാൽ ടെയിൽ ടു ടെയിൽ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ തമ്മിൽ ഫിക്സ് ചെയ്യണം? ടെയിലും ടെയിലും തമ്മിൽ ഫിക്സ് ചെയ്യണം. ടെയിലും ടെയിലും തമ്മിൽ ഫിക്സ് ചെയ്യണം. ക്ലിയർ? ട്രയാങ്കിൾ ലോയിൽ ഹെഡും ടെയിലും തമ്മിലാണ് ഫിക്സ് ചെയ്യുക. ഇവിടെ ടെയിൽ ടു ടെയിൽ മെത്തേഡാണ്. അപ്പോൾ ലോ പറയുന്നത് എന്താ വെച്ചാൽ ടു വെക്ടേഴ്സ് ക്യാൻ റെപ്രസെന്റ് the two adjacent sides of a parallelogram, then diagonal from the common point gives the resultant vector. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിക്സ് ദ സെക്കൻഡ് വെക്റ്റർ ടെയിൽ ഓൺ ഫസ്റ്റ് വെക്റ്റർ ടെയിൽ. Fix the second vector tail on first vector tail. അടുത്ത പോയിന്റ്, draw its opposite sides. Draw its opposite sides. എന്നിട്ട് diagonal from common point. അതാണ് നിങ്ങളെ റിസൾട്ടന്റ് വെക്റ്റർ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഞാൻ വരയ്ക്കാൻ പോകുന്ന ഇതാണ് എൻ്റെ വെക്റ്റർ എ എന്ന് പറഞ്ഞ വെക്റ്റർ, ഇതാണ് വെക്റ്റർ ബി. ഇവരെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് മെത്തേഡ് ഉപയോഗിച്ചു? നേരത്തെ ഞാൻ ഏത് മെത്തേഡ് ഉപയോഗിച്ച? ട്രയാങ്കിൾ ലോ. അത് എളുപ്പമാണ്. എന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് ബിന്റെ ടെയിൽ വരച്ചു, മൂന്നാമത്തെ വരച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ലോ കഴിഞ്ഞു അല്ലേ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? r = a+b ആണ് എനിക്ക് ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ ഞാൻ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? പാരലലോഗ്രാം ലോ. അപ്പോൾ ഈ പാരലലോഗ്രാം ലോ എന്താ വെച്ചാൽ ഫിക്സ് ദ സെക്കൻഡ് വെക്റ്റർ ടെയിൽ ഓൺ ഫസ്റ്റ് വെക്റ്റർ ടെയിൽ. കാരണം ഇത് ടെയിൽ ടു ടെയിൽ മെത്തേഡാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? രണ്ട് വെക്ടേഴ്സിന്റെ ടെയിലും ടെയിലും തമ്മിൽ ഫിക്സ് ചെയ്യുക. പക്ഷെ ഫിക്സ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാറാൻ പാടില്ല, ഡയറക്ഷനും മാറാൻ പാടില്ല. അപ്പോൾ ഞാൻ ആദ്യം എ വരച്ചു. ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ എ വരച്ചു. ഞാൻ തന്ന എ എന്നുള്ള വെക്ടർ ഞാൻ അതേപോലെ വരച്ചു. കാരണം നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നും മാറ്റാൻ പാടില്ല. ക്ലിയർ? എ ഞാൻ അതേപോലെ വരച്ചു. ഇനി എന്റെ ടെയിലിൽ കൊണ്ടുപോയിട്ട് ഏത് ടെയിൽ ഫിക്സ് ചെയ്യണം? ഫിക്സ് ദ സെക്കൻഡ് വെക്റ്റർ ടെയിൽ ഓൺ ഫസ്റ്റ് വെക്റ്റർ ടെയിൽ. അവർ രണ്ട് ടെയിലുകൾ തമ്മിൽ ഫിക്സ് ചെയ്യണം. ടെയിലുകൾ തമ്മിൽ ഫിക്സ് ചെയ്യുമ്പോൾ ആ ബി ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ബി ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പൊ നിങ്ങൾ നോക്കുക, ബിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഒന്നും മാറിയിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ തന്ന ബി അതേപോലെ ഇവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് വെച്ചു. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, തന്ന എ അതേപോലെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി തന്ന ബി അതേപോലെ ഞാൻ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റാൻ പാടില്ല, ഡയറക്ഷനും മാറ്റാൻ പാടില്ല. പക്ഷെ ഞാൻ ടെയിലിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്തു. ക്ലിയർ? ടെയിലിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഈ ആദ്യത്തെ പ്രോസസ് കഴിഞ്ഞു. എന്താണ്? ഫിക്സ് സെക്കൻഡ് വെക്റ്റർ ടെയിൽ ഓൺ ഫസ്റ്റ് വെക്റ്റർ ടെയിൽ. രണ്ട് ടെയിലുകൾ തമ്മിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഡ്രോ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. കാരണം ഇതൊരു സാമാന്തരികമായിട്ടില്ല. സാമാന്തരികമാവണമെങ്കിൽ ഇവർ ഓപ്പോസിറ്റ് സൈഡ് വരയ്ക്കണ്ടേ? കാരണം സാമാന്തരികം ആയിട്ടില്ല, ഓപ്പോസിറ്റ് സൈഡ് വരണം. അപ്പം എന്ത് ചെയ്യുക? എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വരും. എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അതേ മാഗ്നിറ്റ്യൂഡിൽ അതേ ഡയറക്ഷനിൽ എ വരയ്ക്കുക. അതേപോലെ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അതേ മാഗ്നിറ്റ്യൂഡിൽ അതേ ഡയറക്ഷനിൽ ആരെയും വരയ്ക്കുക? ബിയും വരയ്ക്കുക. ക്ലിയർ? ഇപ്പം അത് സാമാന്തരികമായില്ലേ? ക്ലിയർ? അപ്പോൾ അതാണ് അടുത്ത് പറയുന്നത്, ഡ്രോ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ്.
ഡ്രോ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ്. ഇനി എന്ത് ചെയ്യണം? ഡയഗണൽസ് ഫ്രം കോമൺ പോയിന്റ്. എന്താണ് ഈ കോമൺ പോയിന്റ്? കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, പക്ഷെ കോമൺ പോയിന്റ് എന്ന് വരയ്ക്കണം. ഫിക്സ് ചെയ്ത പോയിന്റ് എയും ബിയും ഫിക്സ് ചെയ്ത് ഇവിടെ അല്ലേ, ഇവിടുന്ന് നിങ്ങൾ ഡയഗണൽ വരയ്ക്കണം. അതാണ് ഡയഗണൽ ഫ്രം കോമൺ പോയിന്റ്. ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കുക. അപ്പൊ ഇതാണ് നിങ്ങളുടെ റിസൾട്ടന്റ് വെക്ടർ ആർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മൾ എന്ത് മെത്തേഡ്? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇനി നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ടു വെക്ടേഴ്സ് ക്യാൻ റെപ്രസെന്റ് ദ ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. അപ്പൊ ഇയാളും പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലേ? അങ്ങനെ വന്നാൽ ഡയഗണൽ ഫ്രം കോമൺ പോയിന്റ് എന്നുള്ള ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് വെക്ടർ. ക്ലിയർ? ഇപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ ക്ലിയർ ആയില്ലേ? ടു വെക്ടേഴ്സ് ക്യാൻ റെപ്രസെന്റ് ദ ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. അപ്പൊ കോമൺ പോയിന്റ് എന്നുള്ള ഡയഗണൽ ആയിരിക്കും എന്ത്? റിസൾട്ടന്റ് വെക്ടർ. മനസ്സിലായോ? അപ്പൊ ഇത്രയുള്ള സംഭവം. നമുക്ക് പാരലലോഗ്രാം ലോയും വരയ്ക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോയും വെച്ച് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ആദ്യം ചെയ്യേണ്ടി ഇത്രയേ ഉള്ളൂ. പാരലലോഗ്രാം ലോ ആണെങ്കിൽ ഇത് എയും ഇത് ബിയും എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുക? ഇവരെ ടെയിലും തമ്മിൽ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തു. ക്ലിയർ? ഫിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക? ഇയാൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരയ്ക്കുക, ഇയാൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരയ്ക്കുക. ക്ലിയർ? അപ്പൊ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് വെക്ടർ. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായോ? അപ്പൊ ഇത്രയുള്ള സംഭവം. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. ടെയിലും തമ്മിൽ ഞാൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് അവരെ ഓപ്പോസിറ്റ്, ബിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരയ്ക്കുക, എന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇവിടെ നിന്നുള്ള ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് വരിക. ആർ ഇസ് ഈക്വൽ എ പ്ലസ് ബി. ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ രണ്ട് ലോയും സെയിം ആണ്. സെയിം ആണെന്ന് മീൻസ് റിസൾട്ട് സെയിം ആണ്, സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ആണെന്നുള്ളൂ. നിങ്ങളിതിപ്പോൾ ട്രയാങ്കിൾ ലോ വെച്ച് എങ്ങനെ ചെയ്യുക? ട്രയാങ്കിൾ ലോ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം എ വരച്ചു. ഇത് ട്രയാങ്കിൾ ലോ ആയിട്ടാണ് ഞാൻ പറയുന്നത്. എ വരച്ചു. എന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് ആരെ വെക്കണം? ബിന്റെ ടെയിൽ വെക്കണം. ക്ലിയർ? അതേ മാഗ്നിറ്റ്യൂഡ് അതേ ഡയറക്ഷനിൽ ഞാൻ വെച്ചു. ക്ലിയർ? അങ്ങനെ വന്നാൽ ഇതല്ലേ റിസൾട്ടന്റ് വെക്ടർ? ഇതാണ് റിസൾട്ടന്റ് വെക്ടർ ആർ. ക്ലിയർ? നിങ്ങൾ ഈ ചിത്രം നോക്ക്. ഈ ചിത്രം നോക്കുമ്പോഴും ഈ മുകളിലത്തെ ഭാഗങ്ങളോട് ഒഴിവാക്കി ഇനിയായിരിക്കുക. മുകളിലത്തെ ഭാഗം ഒഴിവാക്കുമ്പോൾ ഇത് എ, ഇത് എ, ഇത് ബി, ഇത് ബി. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ. ഈ മുകളിലത്തെ ഭാഗങ്ങളോട് ഒഴിവാക്കി കഴിഞ്ഞാൽ ട്രയാങ്കിൾ ലോ തന്നെയല്ലേ? ആണോ? അപ്പൊ ഇതൊക്കെ എങ്ങനെ ആഡ് ചെയ്താൽ ആൻസർ മാറാൻ പാടില്ല. കാരണം എയും ബിയും ആഡ് ചെയ്താൽ 6 കിട്ടണം. അത് നിങ്ങൾ ട്രയാങ്കിൾ ലോ വെച്ച് ചെയ്താലും ശരി, പാരലലോഗ്രാം ലോ വെച്ച് ചെയ്താലും ശരി, ആൻസർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. രണ്ട് മെത്തേഡ് ഉണ്ട് എന്ന് മാത്രം. ക്ലിയർ? അപ്പോൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രൂഫ് പഠിക്കാനുണ്ട് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. ഞാൻ അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ചിത്രം വരച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ട്രയാങ്കിൾ ലോ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡിൽ നമ്മൾ ആ വെക്ടേഴ്സ് ഇങ്ങനെ എടുക്കുമ്പോൾ അവരെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഒന്നും മാറ്റാൻ പാടില്ല. എങ്ങനെയാണോ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് അതേപോലെ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ട്രയാങ്കിൾ ലോ എന്താ വെച്ചാൽ ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡിൽ സെക്കൻഡ് വെക്ടറിന്റെ ടെയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ റിസൾട്ടന്റ് വെക്ടർ. ഇയാൾ ഇങ്ങോട്ടാണെങ്കിൽ മറ്റാൾ ഓപ്പോസിറ്റ് ഓർഡറിൽ. ക്ലിയർ? ഓപ്പോസിറ്റ് ഓർഡർ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഒരു റിസൾട്ടന്റ്. ക്ലിയർ? അത് കഴിഞ്ഞു. ഇതാണ് ട്രയാങ്കിൾ ലോ. അപ്പോൾ ഇതാണ് എ പ്ലസ് ബി. ഇനി അടുത്ത പാരലോഗ്രാം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യുക? ടെയിലും തമ്മിൽ ഫിക്സ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാരലോഗ്രാം ആയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇയാൾ ഓപ്പോസിറ്റ് വരയ്ക്കുക, ഇത് ഡയഗണലാണ് റിസൾട്ടന്റ്. ഇവിടെ നിൽക്കണം ഡയഗണൽ കോമൺ പോയിന്റ് എന്ന്. ഡയഗണൽ ആർ ഇസ് ഈക്വൽ എ പ്ലസ് ബി വരും. ക്ലിയർ? അപ്പോൾ ഒന്ന് ട്രയാങ്കിൾ ലോ, അടുത്ത എന്താണ്? പാരലലോഗ്രാം ലോ. ക്ലിയർ? അപ്പൊ ഞാനിപ്പോൾ ട്രയാങ്കിൾ ലോ എന്നുള്ള വെക്ടർ അഡീഷൻ ഉപയോഗിച്ചു, പാരലലോഗ്രാം ലോ എന്നുള്ള വെക്ടർ അഡീഷനും ഉപയോഗിച്ചു. പക്ഷെ രണ്ട് വെക്ടേഴ്സിന് ആഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ക്ലിയർ? കാരണം എയും ബിയും എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ഞാൻ നിങ്ങൾക്ക് തന്നു. അത് നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യം ട്രയാങ്കിൾ ലോ ഉപയോഗിച്ച് ഹെഡ് ടു ടെയിൽ മെത്തേഡ് ഉപയോഗിച്ച് ആഡ് ചെയ്തു. അതേപോലെ തന്നെ അതേ രണ്ട് വെക്ടേഴ്സിനെ പാരലലോഗ്രാം ലോക്ക് വേണ്ടിയിട്ട് എന്തായി? ടെയിൽ ടു ടെയിൽ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? ടെയിൽ ടു ടെയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടും നിങ്ങൾ ആഡ് ചെയ്തു. ക്ലിയർ അല്ലേ? പക്ഷെ നമുക്ക് കൂടുതൽ വെക്ടേഴ്സ്, ഇപ്പോൾ എയും ബിയും സിയും ഡിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? അങ്ങനെയും വന്നൂടെ. എപ്പോഴും രണ്ട് വെക്ടേഴ്സ് ആയിക്കോളന്നില്ലല്ലോ, ചിലപ്പോൾ ഒരുപാട് വെക്ടേഴ്സ് വന്നൂടെ. അപ്പം മൂന്നാമത്തെ മെത്തേഡാണ് പോളിഗൺ ലോ എന്ന് പറയുന്നത്. അപ്പം മെനി വെക്ടേഴ്സിന് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരുപാട് രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? പോളിഗൺ ലോ. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ മെത്തേഡാണ് പോളിഗൺ ലോ. പോളിഗൺ ലോ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ടു ആഡ് പോളിഗൺ ലോ പറയുന്നത് ടു ആഡ്
more than 2 vectors. To add more than 2 vectors. അപ്പോൾ ശ്രദ്ധിക്കുക, പോളിഗൺ ലോ ഓഫ് വെക്ടർ പറയുന്നത് ടു ആഡ് മോർ ദാൻ 2 വെക്ടേഴ്സ്. അപ്പോൾ 2ൽ കൂടുതൽ വെക്ടേഴ്സ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പോളിഗൺ ലോ ഉപയോഗിക്കാം. ക്ലിയർ? ഇപ്പം നിങ്ങൾ വിചാരിക്കുക എനിക്ക് ആഡ് ചെയ്യേണ്ട വെക്ടേഴ്സ് ഞാൻ കാണിക്കാം. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി, ഇതാണ് വെക്ടർ ബി, അതേപോലെ തന്നെ ഇതാണ് വെക്ടർ സി, അതേപോലെ തന്നെ ഇതാണ് വെക്ടർ ഡി. ഇവരൊക്കെയാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? 6 സീക്കൽ, ഇവരെ കൂടെ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, ഇവരൊക്കെ കൂടി ചേർന്നിട്ട് എനിക്ക് ഒരു വെക്ടർ കിട്ടും. അതാണ് റിസൾട്ടന്റ് വെക്ടർ 6. ക്ലിയർ? അപ്പോൾ ഈ 4 വെക്ടേഴ്സിന് എനിക്ക് ആഡ് ചെയ്യണം അല്ലേ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇതിന് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുക? പോളിഗൺ ലോ ടു ആഡ് മോർ ദാൻ 2 വെക്ടേഴ്സ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ പോളിഗൺ ലോ, അപ്പോൾ ഈ പോളിഗൺ ലോ പറയുന്നത് വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു എന്ത് കിട്ടണം? 6 കിട്ടണം. ക്ലിയർ? അപ്പം ഞാൻ എന്ത് ചെയ്യും മീൻസ് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? എ പ്ലസ് ബി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം എ എന്നുള്ള വെക്ടർ നിങ്ങൾ അതേപോലെ വരയ്ക്കുക. ക്ലിയർ? ഇതാണ് വെക്ടർ എ. ക്ലിയർ? വെക്ടർ എനെ ഞാൻ അതേപോലെ വരയ്ക്കുക. അയാളെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനൊക്കെ സെയിം ആയിട്ട് വരയ്ക്കുക. ഇനി എന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ബീനെ വയ്ക്കുക. എന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ബി വെച്ചു. ക്ലിയർ? എന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആരെ വെച്ചു? ബി വെച്ചു. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ 4 വെക്ടേഴ്സിന് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. മെത്തേഡ് എന്താണ്? പോളിഗൺ. അപ്പോൾ ആദ്യം ഞാൻ എ എന്നുള്ള വെക്ടർ, കാരണം എയും ബിയും സിയും ഡിയും കൂടി ചേർന്നാൽ 6 കിട്ടണം. അപ്പോൾ എ ഞാൻ അതേപോലെ വെച്ചു, ബി എന്റെ ഹെഡിൽ കൊണ്ട് വെച്ചു. അപ്പോൾ ഇയാൾ എന്താവും? ഈ വെക്ടർ ഇത് പറഞ്ഞു നിങ്ങൾ, കാരണം എയും ബിയും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇയാൾ എ പ്ലസ് ബി ആവും. ആണോ അല്ലേ? ഇയാൾ എ പ്ലസ് ബി ആയി. ക്ലിയർ? ഇയാൾ എ പ്ലസ് ബി ആയി. ശരിയല്ലേ? കാരണം എ ആഡ് ചെയ്തു, ഇവിടെ ബി വന്നു, രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ റിസൾട്ടന്റ് വെക്ടർ എ പ്ലസ് ബി ആയി. ക്ലിയർ? ഇനി നിങ്ങൾ എ പ്ലസ് ബിന്റെ ഹെഡിൽ സി ഉണ്ടാക്കിയ, കാരണം നിങ്ങൾക്ക് കാണേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ്. എ പ്ലസ് ബി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി എ പ്ലസ് ബിന്റെ ഹെഡിൽ ആരെ കൊണ്ടാക്കിയ? സി. എ പ്ലസ് ബിന്റെ ഹെഡിൽ സി കൊണ്ടാക്കാൻ പറഞ്ഞാൽ സി അതേപോലെ കൊണ്ടാക്കിയ, ഇതാണ് സി. ക്ലിയർ? സി നിങ്ങൾക്ക് തന്ന അതേ ആളെ ഫിക്സ് ചെയ്ത് കൊണ്ടാക്കിയ. അപ്പൊ എ പ്ലസ് ബിന്റെ ഹെഡ് ഇതാണ്. എ പ്ലസ് ബിന്റെ ഹെഡിൽ നിങ്ങൾ സീനെ കൊണ്ടുവച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ ആരാവും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇയാള് എ പ്ലസ് ബി പ്ലസ് സി ആവൂലേ? ശരിയാണോ? കാരണം എ പ്ലസ് ബിയും സിയും കൂടി നിങ്ങൾ ആഡ് ചെയ്യുന്നത്, എ പ്ലസ് ബി എന്നുള്ള വെക്ടറിന്റെ ഹെഡിൽ നിങ്ങൾ സീനെ കൊണ്ടുവച്ചു, സീനെ ടൈൽ വെച്ചു. അപ്പൊ ഇയാൾ സ്വാഭാവികമായിട്ടും എ പ്ലസ് ബി പ്ലസ് സി ആവൂലേ? ക്ലിയർ? ഇനി അടുത്തത് നോക്കാം. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ആയി. ഇനി എ പ്ലസ് ബി പ്ലസ് സിന്റെ ഹെഡിൽ ആരെ കൊണ്ടുവച്ചാൽ മതി? ഡി കൊണ്ടുവച്ചാൽ മതി. അതേ മാഗ്നിറ്റ്യൂഡ്, അതേ ഡയറക്ഷനിൽ. അപ്പോൾ ഡി ഏകദേശം ഇങ്ങനെ വരും അല്ലേ? ഇതല്ലേ ഡി വരുന്നത്? ക്ലിയർ? ഡി എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സിന്റെ ഹെഡിൽ ഞാൻ ഡിന്റെ ടൈൽ കൊണ്ട് വെച്ചു. അപ്പൊ ഇനി ക്ലോസിങ് നോക്കിയാൽ മതി. ഇതല്ലേ ക്ലോസിങ്? ഇതാണ് ക്ലോസിങ്. അപ്പൊ ഇയാളായിരിക്കും 6 എന്നുള്ള വെക്ടർ. 6 ആരാണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. മനസ്സിലായോ? അപ്പോൾ സംഭവം എളുപ്പമാണ് പോളിഗൺ. അപ്പോൾ ഇത് ഈ പറഞ്ഞ വെക്ടർ ഉണ്ടെങ്കിൽ അടുത്ത് ഈ പറഞ്ഞ വെക്ടർ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് ആക്കുക. ഈ പറഞ്ഞ വെക്ടറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തും വയ്ക്കാൻ പറ്റും അല്ലേ? കാരണം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഒക്കെ ഉണ്ടെങ്കിൽ. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ എ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇത് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 6 is equal to a plus b plus c plus d. ക്ലിയർ? ആദ്യം എയും ബിയും കൂടി ആഡ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക? എന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് ബിന്റെ ടൈൽ വെക്കുക. നമ്മൾ ട്രയാങ്കിളിലോ ചെയ്യുന്ന പോലെ തന്നെ, ട്രയാങ്കിളിലോ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. എന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് ആരെ കൊണ്ടാക്കുക? ബിന്റെ ടൈൽ വെക്കുക. അപ്പോൾ വരെ റിസൾട്ടിങ് എന്ത് കിട്ടി? എ പ്ലസ് ബി കിട്ടി. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ എ പ്ലസ് ബി കഴിഞ്ഞു. ഇനി എ പ്ലസ് ബി ആരും കൂടി ആഡ് ചെയ്യുക? സി. അതിനെന്ത് ചെയ്യുക? എ പ്ലസ് ബിന്റെ ഹെഡിൽ ആരെ കൊണ്ടാക്കുക? സിന്റെ ടൈൽ കൊണ്ടാക്കുക.
എ പ്ലസ് ബിന്റെ ഹെഡിൽ സിന്റെ ടെയിൽ ഉണ്ടാക്കിയ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് ക്ലോസിംഗ് സൈഡ് എന്ത് കിട്ടി? എ പ്ലസ് ബി പ്ലസ് സി കിട്ടി. ക്ലിയർ? അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ആയി. ഇനി എ പ്ലസ് ബി പ്ലസ് സിന്റെ ഹെഡിൽ ആരെ കൊണ്ടാക്കിയ? ഡിന്റെ ടെയിൽ ഉണ്ടാക്കിയ. ഇതാണ് എ പ്ലസ് ബി പ്ലസ് സിന്റെ ഹെഡ്, ഡിന്റെ ടെയിൽ അതേപോലെ വെക്കണം, തന്ന പോലെ വെക്കണം. നിങ്ങൾ ഡയറക്ഷൻ ഒന്നും മാറ്റാൻ പാടില്ല, മാഗ്നിറ്റ്യൂഡും തന്ന അതേപോലെ വെക്കുക. അപ്പോൾ ഇതാണ് ബാക്കി റിസൾട്ട്. ഈ ആർ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആയി. ക്ലിയർ? അപ്പോൾ 3 മെത്തേഡാണ് നമുക്ക് വെക്ടേഴ്സ് അഡീഷന് പഠിക്കാനുള്ളത്. ഒന്ന് ട്രയാങ്കിൾ ലോ, ഹെഡ് ടു ടെയിൽ മെത്തേഡ്. ജസ്റ്റ് 2 വെക്ടേഴ്സ് ഹെഡും ടെയിലും തമ്മിൽ ഫിക്സ് ചെയ്യുക, മൂന്നാമത്തെ സൈഡ് റിസൾട്ടൻ്റ് എടുക്കുക. അടുത്തത് പാരലലോഗ്രാം ലോ. പാരലലോഗ്രാം ലോ എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ ഇത് ചെയ്യുക, ടെയിലും തമ്മിൽ ഫിക്സ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ വരയ്ക്കുക, കോമൺ ഡയഗണൽ എടുക്കുക, റിസൾട്ടൻ്റ് വെക്ടർ. ക്ലിയർ? പോളിഗൺ എന്ത് ചെയ്യുക? ഒരുപാട് വെക്ടേഴ്സ് എന്ന് ആദ്യം എയും ബിയും ആഡ് ചെയ്യുക, അപ്പോൾ എ പ്ലസ് ബി കിട്ടും. എ പ്ലസ് ബിന്റെ ഹെഡിൽ അടുത്ത വെക്ടർ ഉണ്ടാക്കുക, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. ഇനി അതിന്റെ ഹെഡിൽ അടുത്ത വെക്ടർ ഉണ്ടാക്കുക, അതിന്റെ ഹെഡിൽ അടുത്ത വെക്ടർ, അങ്ങനെ ആഡ് ചെയ്യുന്നതിനെ പോളിഗൺ എന്ന് പറയാം. അവസാനം ക്ലോസ് ആയി പോകും അല്ലേ? അപ്പോൾ ഈ 3 മെത്തേഡാണുള്ളത്. ഇതിൽ നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന്റെ പ്രൂഫ് ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും എന്തേ പറഞ്ഞിട്ടുള്ളൂ? എയും ബിയും ആഡ് ചെയ്താൽ ആർ എന്ന് പറഞ്ഞൊരു വെക്ടർ കിട്ടുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ആർ എങ്ങനെയാണ് കിട്ടുക, എന്താണ് അയാളുടെ ഡയറക്ഷൻ, എന്താണ് അയാളുടെ മാഗ്നിറ്റ്യൂഡ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് നമ്മളൊരു പ്രൂഫ് ഉപയോഗിച്ചാണ് ചെയ്യുക. അതും പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അതാണ്. മനസ്സിലാവുന്നത്? അപ്പോൾ ഇത്രയും ഒന്നുകൂടി കേൾക്കുക. പുതിയ ടോപ്പിക്കാണ്, അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെക്ടർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനം, ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ആണ്. മാത്സിൽ ഇത് പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിലേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഫിസിക്സിൽ ഇത് പഠിക്കണം. അപ്പോൾ പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ 1-2 പ്രാവശ്യം വീഡിയോ കേൾക്കുക, എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക മനസ്സിലായിട്ടുണ്ടെന്ന്.